Hi friends, welcome to iPlus Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പഠിച്ചു ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായതെന്നാണ്. നോക്കിയാലോ. The second stage of English language is known as the Middle English period, which was spoken from around the 12th century to the 15th century. As mentioned above, Middle English period emerged after the Norman Conquest. നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് പഠിച്ചിരുന്നു ഇതിനു മുൻപ് അല്ലേ. അവിടെ നമ്മൾ പഠിച്ചതാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എപ്പോഴാണ് എമർജ് ചെയ്യുന്നതെന്ന്. സോ അതാണ് as mentioned above. എന്താണ് മിഡിൽ ഇംഗ്ലീഷ് എമർജ്ഡ് ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് ഓഫ് 1066 when the Normans conquered England. അപ്പോൾ നോർമൻസ് നമ്മുടെ ഇംഗ്ലണ്ട് കോൺക്വർ ചെയ്യുന്നതോടുകൂടിയാണ് ബിഗിൻ ചെയ്യുന്നത്. As a result of the Norman conquest, French became the language of the ruling class. ഇത് അറിഞ്ഞിരിക്കണം. ഫ്രഞ്ച് നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഫ്രഞ്ച് എന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസിന്റെ മാത്രം ഭാഷയായിട്ട് മാറുന്നു. While English was spoken by the lower class. അപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് കൂടുതലുള്ളത്. റൂളിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്തിൽ കംപ്രൈസ്ഡ് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്നത് കുറവായിരുന്നു. പക്ഷെ നമ്മുടെ എന്താണ് റൂളിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ, പക്ഷെ നമ്മുടെ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്രൈസ്ഡ് ആരാണ്? ലേബേഴ്സും സെർവ്സും അതേപോലെ തന്നെ കോവർക്കേഴ്സ് അടക്കമുള്ള ഗ്രൂപ്പായിരുന്നു അതിലുള്ളത്. അവരുടെ പോപ്പുലേഷൻ അഥവാ അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. അപ്പൊ ഫ്രഞ്ച് സംസാരിക്കുന്നവർ കുറവും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇംഗ്ലണ്ടിൽ കൂടുതലുമായിരുന്നു. This led to a number of changes in English language, including the reduction in the number of inflections and grammatical rules. അങ്ങനെ ഓൾഡ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് മിഡിൽ ഇംഗ്ലീഷ് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് നേച്ചർ ഒന്ന് കുറഞ്ഞിരുന്നു ഭാഷയുടെ. കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറുകയാണ്. The Middle English is often divided into two periods, Old Middle English and Late Middle English. അപ്പോൾ ഈ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓൾഡ് മിഡിൽ ഇംഗ്ലീഷ് എന്നും ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്നും. ഈ ഓൾഡ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഏർലി മിഡിൽ ഇംഗ്ലീഷ് അറൌണ്ട് 11th to 13th സെഞ്ചുറി ആണുള്ളത്. ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ജെഫ്രി ചോസറിന്റെ അടക്കം ടൈം പീരീഡ് ആണ്. 14th to 15th സെഞ്ചുറി നമുക്ക് ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഈ ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്ന് നോക്കാം. ഏർലി മിഡിൽ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു ഇറ്റ് ബിഗാൻ ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് അല്ലെ. 1066 കൂടിയാണ് വിത്ത് ദ നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച്. As the Normans brought with them many French words that began to replace their old English equivalents, this process is known as Normanization. അപ്പോൾ ഈ നോർമനൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ നോർമനൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിൽ എക്സിസ്റ്റ് ചെയ്ത വാക്കുകളിൽ നിന്നും നമ്മുടെ നോർമൻസ് വന്നപ്പം അവർക്ക് ആ വേർഡ്സിനെല്ലാം തന്നെ ഫ്രഞ്ച് ഇക്വലൻസ് വേണം എന്ന് പറയുമ്പോൾ ഫ്രഞ്ചിൽ ഈ ഇംഗ്ലീഷ് വേർഡിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വേർഡ് വേണം. അങ്ങനെ കൂടുതലായിട്ടും ഫ്രഞ്ച് വേർഡ്സിനെ അവർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഇങ്ങോട്ട് എടുക്കാനായിട്ട് തുടങ്ങി. അഥവാ ലോൺ വേർഡ്സ് കൂടുതലായിട്ടും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്ന പല വേർഡ്സും പിന്നീട് ഡെഡ് വേർഡ്സ് ആയിട്ട്, കാരണം ഇൻ യൂസ് അതിന് ആപ്ലിക്കബിലിറ്റി ഇല്ലാത്ത വേർഡ്സ് ആയിട്ട് മാറി. അങ്ങനെ ഇംഗ്ലീഷിലുള്ള വാക്കുകളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൻസ് ഫ്രഞ്ച് യൂസ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ നോർമനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ നോർമനൈസേഷൻ എന്താണ്? അതായത് early Middle English period began in 1066 with the Norman conquest and was greatly influenced by the French. As the Normans brought with them many French words to replace the old English. അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് ഇംഗ്ലീഷിനെ റീപ്ലേസ് ചെയ്യണം. അത് എന്താണ്? നമ്മുടെ വർക്കിംഗ് ക്ലാസ് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ട് മാറിയാൽ മതി, റൂളിംഗ് ക്ലാസ്സിൽ ഇംഗ്ലീഷിന് ഒരു പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തോടു കൂടി കൂടുതലായിട്ടും ഫ്രഞ്ച് വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ നോർമൻസ് യൂസ് ചെയ്ത ആ ഒരു പ്രോസസ്സിനെയാണ് പിന്നീട് നോർമനൈസേഷൻ എന്ന് അറിയപ്പെട്ടത്. അപ്പൊ നോർമനൈസേഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. One of the most noticeable changes was in the vocabulary of law and government.
Many old English words related to these concepts were replaced by French equivalents. ലോയിലും ഗവൺമെന്റിലും തന്നെ, അതായത് നമ്മുടെ കൺട്രോൾ അതോറിറ്റി തന്നെയാണ്, അതോറിറ്റിയുടെ വേർഡ്സിൽ തന്നെയാണ് കൂടുതലായിട്ടും ചേഞ്ചസ് കൊണ്ടുവന്നത്. കാരണം നോർമൻസ് എന്താണ് അവരുടെ ലക്ഷ്യം, എന്താണ്, അവർക്ക് എങ്ങനെയും ഇംഗ്ലണ്ടിനെ അവരുടെ കൺട്രി ആക്കി മാറ്റണം, അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു പ്ലേസ് ആക്കി മാറ്റണം. സോ അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള അറ്റംപ്റ്റ്സ് അവർ സ്വീകരിക്കുന്നത്. സോ അതിന്റെ ഫലമായിട്ട് കൂടുതലായിട്ടും ഫ്രഞ്ച് വേർഡ്സ് ഇങ്ങോട്ട് യൂസ് ചെയ്തു തുടങ്ങി. The Norman conquest also affected the grammar of Old English. അപ്പോൾ നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷിന്റെ ഗ്രാമറിനെയും ഈ നോർമൻ കോൺക്വസ്റ്റ് അഫക്റ്റ് ചെയ്യാണ്. The inflectional system began to break down and words started to lose their endings. The Scandinavian influence made the English vocabulary simpler and more regular. അങ്ങനെ ഈ സ്കാൻഡിനേവിയൻ ആയിട്ട് യൂസ് ചെയ്ത ഈ ടെക്നിക്കോട് കൂടി ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രാമർ എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ഇംഗ്ലീഷിൽ എത്തിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് മാറി, അഥവാ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തട്ടിലേക്ക് മാറി. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചത്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ എന്നാണ് നമ്മൾ പഠിച്ചത്. നോർമലൈസേഷൻ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പൊ എന്താണ് ഓൾഡ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പഠിച്ചു, അഥവാ നമ്മുടെ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്താണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്താണെന്നാണ്. നോക്കിയാലോ. The late Middle English period began in the 14th century and lasted until the 15th century. അപ്പോൾ 11 തുടങ്ങി 13 വരെ ആയിരുന്നു നമ്മുടെ എന്താണ് ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 14 മുതൽ 15 വരെയാണ്. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് വാസ് ഫർദർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച്. ഈ സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് തന്നെയായിരുന്നു. However, 100 years of war 1337 to 1453 between England and France mean that English was used more and more in official documents. അതായത് 100 years of war എന്നാണ് അതിന്റെ പേരെങ്കിലും നമുക്കറിയാം. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഏകദേശം 111 to 113 ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വി കോൾ ഇറ്റ് 100 years of war. ഓക്കെ, ആ ഒരു ഡേറ്റിൽ ആ ഒരു ഇയർ കൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നതെന്നും കൂടെ കൂട്ടിയാണ് നമ്മളതിനെ പലപ്പോഴും നമ്മൾ 100 years of war is also known as 111 years of war or 113 years of war എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു 100 years of warലും നമ്മൾ ഫ്രഞ്ചിന്റെ തന്നെ ഒരു അതോറിറ്റി നമ്മൾ കണ്ടു. This helped to standardize the language and make it more uniform. One of the most famous example of Middle English literature is Canterbury Tales written by Geoffrey ചോസർ. അപ്പൊ കാൻറ്റർബറി ടേൽസ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഒരു പിൽഗ്രിമേജിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ പിൽഗ്രിംസ് പോർട്രേ ചെയ്യുന്ന സ്റ്റോറിയാണ്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒക്കെ തന്നെ വിത്ത് പോർട്രൈറ്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിന്റെ ഭാഗമായിട്ട് ജെഫ്രി ചോസർ എന്ന ടോപ്പിക്കിന്റെ താഴെയായിട്ട്. സോ വിച്ച് വാസ് റിട്ടൺ ഇൻ ദ 14th century. അപ്പൊ നമ്മുടെ കാൻറ്റർബറി ടേൽസ് ഏത് പീരീഡിലാണ്? 14th centuryയിലാണ്. Chaucer was the first major writer in English and he helped to standardize the language even further. For this reason, Middle English is also frequently referred to as Chaucerian English. അപ്പോൾ ചോസറുടെ അത്രമാത്രം കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. ഏർലി മിഡിൽ ഇംഗ്ലീഷിലാണോ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷിലാണോ? ലേറ്റ് മിഡിൽ ഇംഗ്ലീഷിലാണ്. സ്പെസിഫിക്കലി പറയുമ്പം ലേറ്റ് മിഡിൽ ഇംഗ്ലീഷിലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, എസ്പെഷ്യലി നമ്മുടെ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എങ്ങനെ കൂടെ അറിയപ്പെടുന്നത്? ചോസറിയൻ ഇംഗ്ലീഷ് എന്നും കൂടെ അറിയപ്പെടുന്നത്. ഇത് നമുക്കറിയാം, ഇംഗ്ലീഷ് പോയട്രിയുടെ അടക്കം ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചോസറിനെയാണ് അല്ലേ? സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു ചോസറിയൻ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് നോക്കി, അതിനുശേഷം മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലെ തന്നെ ഏർലി മിഡിൽ ഇംഗ്ലീഷും ലേറ്റ് മിഡിൽ ഇംഗ്ലീഷും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. French influence can also be seen in the vocabulary, with many French loan words being introduced into English during this time. Middle English was also influenced by the introduction of Christianity, with many religious terms being borrowed from Latin. അങ്ങനെ തന്നെ നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് വേർഡ്സ് നമ്മുടെ ലാറ്റിൻ ഭാഷയിൽ നിന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബൈബിൾ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം എഴുതിയിരുന്നത് ലാറ്റിൻ അടക്കമുള്ള ഭാഷകളിലായിരുന്നു. അതായത് ഹൈ ക്ലാസിന്റെ ലാംഗ്വേജിലായിരുന്നു എഴുതിയിരുന്നത്. കാരണം ലോവർ ക്ലാസ്സിന് വേണ്ടി ബൈബിൾ എഴുതി കഴിഞ്ഞാൽ അവർക്കത് വായിക്കാനോ മനസ്സിലാക്കാനോ
മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നുള്ള ഒരു ഐഡിയ ഈ ഒരു സൊസൈറ്റിയുടെ മനസ്സിലുണ്ടായിരുന്നു. സോ എപ്പോഴും ബൈബിൾ വായിക്കുകയും അതിലെ മീനിങ്സ് പല തെറ്റായ രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്താണ് ഈ ഒരു മിഡിൽ ക്ലാസ്സിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ലോവർ ക്ലാസ്സിലേക്കും എത്തിയിരുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പൈസയും നിങ്ങൾ എന്ത് ചെയ്യുക, ചേർച്ചിൽ കൊണ്ടുവരിക, ഓഫർ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം എന്നടക്കമുള്ള ഒരുപാട് മിസ് ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ പലരുടെയും ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലേ, ഒരു കാര്യം നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നതും മറ്റൊരു പേഴ്സൺ അതിനെക്കുറിച്ച് അവരത് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഐഡിയ നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ആ ഒരു റിയലി എക്സിസ്റ്റ് ചെയ്ത ഫാക്റ്റിൽ നിന്നും മറ്റൊരു റിയാലിറ്റിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ആ ഒരു ഐഡിയ വളരെ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് കൾച്ചറിനെ ഫ്രെയിം ചെയ്യാനായിട്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ലാറ്റിൻ ഭാഷയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ ലാറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആര് വന്നാലും ശ്രമിക്കുന്നത് അവർക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവരുടെ ഒരു ലാംഗ്വേജ് ആക്കി മാറ്റണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുകയാണ്, പല പുതിയ വേർഡുകളും അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ നിന്നും ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൂടുതലായിട്ടും ആ ഒരു ഭാഷയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു മെയിൻ ലാംഗ്വേജ് ലാറ്റിൻ അഥവാ ഫ്രഞ്ച് എന്ന മെയിൻ ലാംഗ്വേജിന്റെ താഴെയുള്ള ഒരു ഡയലക്റ്റ് ആയിട്ട് മാത്രം എന്ത് മാറും, ഇംഗ്ലീഷ് മാറും. അതിനുള്ള ശ്രമങ്ങളാണ് ഒരുപാട് ഈ ഒരു ടൈം പീരീഡിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ നമുക്ക് എന്താണ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് നോക്കണ്ടേ. മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് നോക്കാം. The third stage of the English language is known as modern English, which began in the 16th century and continues to the പ്രസന്റ് ഡേ. ഇന്ന് വരെ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് തുടർന്നുള്ള നമ്മുടെ ലിറ്ററേച്ചറിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ആണ്. ഇനിയും ചേഞ്ചസ് വന്നേക്കാം ഇല്ലേ, അതായത് അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇംഗ്ലീഷ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ മറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തന്നെ കാണാൻ സാധിക്കും. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, ഗ്രോ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്ന് നോക്കാം, അഥവാ നമ്മുടെ ഏർലി ന്യൂ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം. It emerged after the introduction of the printing press in England in 1476, which meant that books could be mass produced and more people learned to read and write. As a result, the standardization of English continued. അതായത് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് അടക്കമുള്ള ഐഡിയാസുമായിട്ട്, അതായത് ഒരുപാട് ന്യൂ ബുക്സ് ഒക്കെ ഇപ്പൊ ആദ്യമായിട്ട് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് എന്നുള്ള ഐഡിയ ഇംഗ്ലണ്ടിൽ വരുന്നതോടുകൂടിയാണ് ബൈബിൾ എന്ന് പറയുന്നത് ബൾക്കായിട്ട് പ്രിന്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ബൾക്കായിട്ട് പ്രിന്റ് ചെയ്തപ്പം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കോപ്പീസ് വെച്ചിട്ട് ഹയർ ചെയ്യാനായിട്ട് സാധിച്ചു. മറ്റൊരു ബൈബിൾ എന്ത് ചെയ്യാണ്, ചേർച്ചിലെ പെഡസ്ട്രലിൽ മാത്രം കീപ്പ് ചെയ്യുന്നു. അത് ബിഷപ്സ് എടുക്കുന്നു, അവരത് വായിച്ചു കൊടുക്കുന്നു, ആൻഡ് അതിൽ തന്നെ മിസ് ഇന്റർപ്രിട്ടേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അതിന്റെ ഫലമായിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ എന്താണ് ഇതിൽ ഉള്ളത് എന്നുള്ള ഒരു സാരാംശം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എല്ലാവർക്കും സ്വയം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ എല്ലാ മിഷണറീസും അങ്ങനെ ചെയ്യുന്നു എന്നല്ല. ഇൻ വൺ കോണ്ടെക്സ്റ്റ് വി ക്യാൻ സീ ഹൗ ദേ ആർ മിസ് ഇന്റർപ്രറ്റിംഗ് ദ ബൈബിൾ. അതിപ്പം നമുക്കറിയാം, ബൈബിൾ മാത്രമല്ല ഏതൊരു ഈ ടൈം പീരീഡിലുള്ള വർക്ക് എടുക്കുകയായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലെല്ലാം തന്നെ മിസ് ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്. എന്താണോ ആ റൈറ്റർ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റീഡിംഗ് പബ്ലിക്കിന് കൊടുക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടി ഇംഗ്ലീഷ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഷയായിട്ട് മാറി. ഇംഗ്ലീഷിൽ തന്നെ നമ്മുടെ ബൈബിൾ അടക്കമുള്ള ട്രാൻസ്ലേഷൻസ് ഇംഗ്ലീഷിൽ നടക്കുകയും അതിന്റെ ബൾക്കായിട്ടുള്ള കോപ്പീസ് എല്ലാവർക്കും അവൈലബിൾ ആവുകയും ചെയ്തു. അങ്ങനെ വാട്ട് ഈസ് ബൈബിൾ, വാട്ട് ഈസ് ഇൻസൈഡ് ദ ബൈബിൾ എന്നുള്ള ഐഡിയ അവർക്ക് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 14th to 17th century saw a rediscovery of the classical learning, which had a significant impact on English literature. During this time, the English language also borrowed new Greek and Latin words. അതായത് റെനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റലിയിലാണ് ബിഗിൻ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടും ഒരുപാട് പുതിയ വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് വരുന്നുണ്ട്. കാരണം റെനൈസൻസ് ടൈം പീരീഡിലാണ് വില്യം ഷേക്സ്പിയർ അടക്കമുള്ള റൈറ്റേഴ്സ് ഉള്ളത്. അവർ ഒരുപാട് ലോൺ വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നും ഒക്കെ ബോറോഡ് വേർഡ്സ് വരുന്നു. And the first English dictionary, a table alphabetical of hardwoods, was published in 1604. അതായത് നമ്മുടെ സാമുവൽ ജോൺസന്റെ ഡിക്ഷണറിയാണ് നമ്മൾ ഫസ്റ്റ് ഡിക്ഷണറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വേർഡ്സ്, അതായത്
അറേഞ്ച് ചെയ്യുന്ന, അതായത് നമുക്ക് എപ്പോഴും ഒരു ബുക്ക് വായിക്കണമെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഒരു ഡിക്ഷണറിയുടെ സഹായം ആവശ്യമാണ്. എന്താണ് ആ ഒരു വാക്കിന്റെ അർത്ഥം ആ ഡിക്ഷണറിയിൽ എന്നുള്ള കോണ്ടെക്സ്റ്റ് കൂടെയാണ് റീഡേഴ്സ് എന്ത് ചെയ്തിരുന്നത്, ഈ ബുക്ക് വായിച്ചിരുന്നത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ടേബിൾ ആൽഫബറ്റിക്കൽ ഓഫ് ദ ഹാർഡ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു എന്താണ് ടൈറ്റിൽ ഒരു ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഒരു മിനി ഡിക്ഷണറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഹാർഡ് വേർഡ്സ് അടക്കമുള്ള മീനിങ്സ് അതിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ശേഷം കിങ് ജെയിംസ് ബൈബിൾ വരുന്നു, വിച്ച് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1611, ഓൾസോ ഹാഡ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഏർലി മോഡേൺ ഇംഗ്ലീഷ്. അപ്പൊ നമ്മുടെ കിങ് ജെയിംസ് ബൈബിളിന് നമ്മുടെ ഏർലി മോഡേൺ ഇംഗ്ലീഷിന്റെ ഡെവലപ്മെന്റിൽ ഒരു സിഗ്നിഫിക്കന്റ് പ്ലേസ് ഉണ്ട്. ദ ബൈബിൾ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ഫ്രം ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്, ഇൻട്രൊഡ്യൂസിംഗ് മെനി ന്യൂ വേർഡ്സ് ഇൻ ടു ദ ലാംഗ്വേജ്. The rise of the British Empire 16th to 20th century also had a significant impact on the English language. English became the language of commerce, science and politics. And എന്താണ് നമ്മുടെ ബിഗിനിങ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് എവിടെയാണ് ഇല്ലാത്തതെന്ന് വേണം നോക്കേണ്ടത്. കാരണം എന്താണ്, ഇംഗ്ലീഷ് എല്ലായിടവും ഉണ്ട്. സോ കൊമേഴ്സിലും സയൻസിലും പൊളിറ്റിക്സിലും എല്ലാം തന്നെ ലാംഗ്വേജിന്റെ ഒരു ഡൊമൈനെ നമ്മൾ കാണുകയാണ്. ആൻഡ് വാസ് സ്പ്രെഡ് അറൌണ്ട് ദ വേൾഡ് ബൈ ബ്രിട്ടീഷ് കൊളോണിസ്റ്റ്, so which led to the development of many different varieties of English known as dialects. അങ്ങനെയുള്ള ഒരു ഡയലക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞേ, ഇന്ത്യൻ ഇംഗ്ലീഷ് ഒരു ഡയലക്റ്റ് അല്ലേ, ഒരു വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് അല്ലേ. One of the most famous example of early modern English literature is William Shakespeare's play Romeo and Juliet, which was first performed in 1597, to this day, William Shakespeare is considered the greatest writer in English language, and he is also known as the famous dramatist of English language all time. The final stage of English language is known as modern English, which has been spoken from around the 19th century to the present day. അങ്ങനെ നമ്മുടെ എന്താണ് ന്യൂ ഇംഗ്ലീഷിന്റെ ഏർലി സ്റ്റേജ് പഠിച്ചു. അതിനുശേഷം അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോഡേൺ ഇംഗ്ലീഷ് ആണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആണ്. മോഡേൺ ഇംഗ്ലീഷിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ ഏർലി മോഡേൺ ഇംഗ്ലീഷ് ബട്ട് ഹാസ് അണ്ടർഗോൺ സെവറൽ ചേഞ്ചസ് സിൻസ് ദെൻ. അതായത് ഈ മോഡേൺ ഇംഗ്ലീഷിനെ തന്നെ നമുക്ക് ഏർലി മോഡേൺ ഇംഗ്ലീഷ് എന്നും ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ലേറ്റ് മോഡേൺ ഇംഗ്ലീഷ് എന്നും കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിന്റെ റൂട്ട്സ് എല്ലാം തന്നെ ഏർലി മോഡേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു ബിഗിനിങ് മനസ്സിലായല്ലോ. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏത് ഫാമിലിയുടെ ഭാഗമാണ്, എന്താണ് യൂറോപ്യൻ ഫാമിലിയുടെ നെയിമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ കുറിച്ചാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന് ശേഷം മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വരുന്നു. മിഡിൽ ഇംഗ്ലീഷിൽ തന്നെ ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്നും അതേപോലെ തന്നെ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്നുമുള്ള കാറ്റഗറി വരുന്നു. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് പഠിച്ചത്. മോഡേൺ ഇംഗ്ലീഷിൽ തന്നെ ഏർലി മോഡേൺ ഇംഗ്ലീഷ് എന്നും ഇപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് എന്നുമുള്ള ഐഡിയ എത്തിയിരിക്കുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, ഇതിന് മുൻപുള്ള അവരുടെ പ്രിസീഡിങ് ടൈം പീരീഡ് തന്നെയാണ്. The most significant change around in the 20th century with the introduction of mass media and technology. For example, new words have been created to keep up with changing technology, and old words have fallen out of use. However, the core grammar and vocabulary of the language have remained relatively stable. എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗ്രാമർ അഥവാ നമ്മുടെ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ മാത്രമാണ് അല്ലേ. ഇപ്പം നമുക്കറിയാം ഒരുപാട് ന്യൂ വേർഡ്സ് ആഡ് ചെയ്യുകയാണ്. ഇപ്പം നമുക്കറിയാം ചാറ്റ് ലാംഗ്വേജ് അടക്കമുണ്ട്. ചാറ്റിലും അതേപോലെ തന്നെ മറ്റു കോണ്ടെക്സ്റ്റുകളും നമ്മൾ പല വേർഡ്സിനെയും ബ്രീഫ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെയുള്ള വേർഡ്സിന് പകരം അതിനെ എന്ത് ചെയ്യും, ഷോർട്ടൺ ചെയ്തൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതൊക്കെ തന്നെ എന്താണ്, ഓരോ ചേഞ്ചസ് ആണ്. പക്ഷെ ഗ്രാമർ അതേപോലെ തന്നെ, സ്ട്രക്ചർ അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. സോ നമ്മുടെ ഒരു ലൈഫുമായിട്ട് തന്നെ ഡേ ടു ഡേ നമ്മൾ എങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് തന്നെ ഇത് ക്ലിയർ ആണ്. So today English is spoken by an estimated 1.5 billion people around the world, making it one of the most widely spoken language in the world. It's the official language of many countries including United Kingdom, United States and Australia. English is also the language of international communication and is used in business, education and tourism. ഇല്ലേ, നമ്മുടെ ടൂറിസം അടക്കമുള്ള ഇപ്പം നമുക്കറിയാം വേൾഡ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ സഹായം ആവശ്യമാണ് അല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്യാപ്ഷൻസ് അടക്കം അതേപോലെ തന്നെ നമ്മുടെ ടൂറിസത്തിന്റെ അഥവാ നമ്മുടെ കൺട്രിയുടെ പ്രത്യേകതകൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കൂ. അവിടെ നമ്മുടെ ഒരു ബിസിനസ്
ട്രിക്ക് കൂടെയാണ് ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനിൽ അല്ലെ, എഡ്യൂക്കേഷന്റെ ഒരു ഗ്രോത്തിന് നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബിസിനസ്സിൽ നമുക്ക് ലാംഗ്വേജിന്റെ സിഗ്നിഫിക്കൻസ് കാണാനായിട്ട് സാധിക്കും. English is a fascinating language that has evolved over the centuries, and today it's one of the most commonly spoken language in the world. The English language has its root in Anglo-Saxons, a West Germanic language spoken by the Anglo-Saxons who settled in Britain in the 5th century. അപ്പോൾ ഇംഗ്ലീഷ് ബിഗിനിങ് അഥവാ റൂട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ആംഗ്ലോ സാക്സൺ ഇൻവേഷനോട് കൂടി തന്നെയാണ്. The earliest form of English was known as Old English, which was spoken until the 11th century. Middle English emerged after the Norman conquest of the 1066 and it was spoken until the 15th century. Modern English began to develop in the 16th century and has continued to evolve since then. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും നമ്മുടെ മിഡിൽ ഇംഗ്ലീഷ് വരുന്നു. മിഡിൽ ഇംഗ്ലീഷിൽ തന്നെ 2 സ്റ്റേജസ് ഉണ്ട് അല്ലേ. മിഡിൽ ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് 2 സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് ആദ്യത്തേത് ഏർലി മിഡിൽ ഇംഗ്ലീഷ് എന്നും പിന്നീടുള്ളതിനെ നമ്മൾ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് എന്നും വിളിച്ചു. ഇതിന് ശേഷം വരുന്ന ടൈം പീരീഡ് ആണ് നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ. മോഡേൺ ഇംഗ്ലീഷിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അതായത് നമ്മുടെ ഏർലി മോഡേൺ ഇംഗ്ലീഷ് എന്നും ഒപ്പം തന്നെ നമ്മുടെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന മോഡേൺ ഇംഗ്ലീഷ് അഥവാ നമ്മുടെ ലേറ്റ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കാം. Learning English language in India has become well accepted for business, commerce or commercial purpose and cultural reasons, and particularly for internet communications throughout the world. നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് പഠിച്ചു. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇംഗ്ലണ്ടിന് പ്രാധാന്യമുണ്ട്. കാരണം ഇംഗ്ലണ്ടിന്റെ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് പഠിച്ചതിന് ശേഷം ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷിനെ എത്തിച്ചത്, അതിൽ ക്രിസ്ത്യൻ മിഷണറീസിന്റെ പങ്ക് എന്തായിരുന്നു, അതേപോലെ തന്നെ നമുക്കറിയാം ടൂറിസ്റ്റേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ മെർച്ചൻസ് അടക്കമുള്ള ഗ്രൂപ്പ് പല പ്ലേസസ് പോയി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ലാംഗ്വേജും കൾച്ചറും എല്ലാം തന്നെ അവരുടെ ഒപ്പം അവരുടെ നേറ്റീവ് പ്ലേസിലേക്ക് കൊണ്ടുവരാറുണ്ട്. സോ അങ്ങനെ പല പല സ്ലാങ്സും വേരിയേഷൻസും നമ്മുടെ ഭാഷയിൽ ഉണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് നമ്മുടെ ലാംഗ്വേജിന്റെ ഒരു ഫ്യൂച്ചർ, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്നാണ്. അതായത് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ കൾച്ചർ എന്താണ് നമുക്ക് മറ്റൊരാളിനെ അറിയിക്കണം, അങ്ങനെയാണെങ്കിൽ അതിന്റെ ബെസ്റ്റ് മീഡിയം എന്താണ്, ലാംഗ്വേജ് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ കൾച്ചറിനോട് വളരെയധികം പ്രാധാന്യവും അതേപോലെ തന്നെ താല്പര്യവും ഒക്കെയുള്ള ഒരുപാട് പീപ്പിൾ നമുക്ക് ത്രൂ ഔട്ട് ദ വേൾഡ് കാണാൻ സാധിക്കും. നമ്മുടെ അതിഥി ദേവോഭവ അടക്കമുള്ള കോൺസെപ്റ്റുകൾ വേൾഡ് മുഴുവൻ പോപ്പുലർ ആകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നതും ഈ ഒരു ലാംഗ്വേജ് ആണ്. അവിടെയാണ് ഇംഗ്ലീഷ് എന്ന അസോസിയേറ്റ് ലാംഗ്വേജിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന അസോസിയേറ്റ് ലാംഗ്വേജ് എന്തിനു സഹായിക്കുന്നു, നമ്മുടെ ഭാഷയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനെയും ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കൊമേഴ്സിൽ, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നേറ്റീവ് കൺട്രിയിൽ മാത്രമായിട്ട് ഒതുക്കിയല്ലല്ലോ നമ്മൾ ട്രേഡ് ചെയ്യാറുള്ളത്, നമ്മൾ വേൾഡ് ട്രേഡിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ വേൾഡ് ട്രേഡിലും കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അല്ലേ കമ്മ്യൂണിക്കേഷന്. അവിടെയും ഇംഗ്ലീഷാണ് നമ്മളെ സഹായിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കൾച്ചറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ എല്ലാം നമ്മുടെ ഒരു അസോസിയേറ്റ് ലാംഗ്വേജ് എന്ന നിലയിൽ ഇംഗ്ലീഷിന് പ്രാധാന്യമുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ്, അതായത് നമ്മുടെ വേൾഡിൽ പല ഗ്രൂപ്പ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്, ലാംഗ്വേജ് ആണ് അല്ലേ. ഇപ്പം ലാംഗ്വേജ് ആണ് നമ്മളെ ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് കൂടെ വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇപ്പം നമ്മളൊരു പല ലേണിംഗ് അഥവാ നമ്മുടെ റൈറ്റിംഗ് ആപ്സിന്റെ ഒക്കെ ഭാഗമാകാറുണ്ട്. ആ ഒരു റൈറ്റിംഗ് ആപ്പിലൊക്കെ നമ്മളൊരു നോട്ട് നമ്മൾ എഴുതി ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നത് ആരാണ്, അതായത് ഒരു വേൾഡ് വൈഡ് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസ് പോലും പലപ്പോഴും ലഭിക്കാറുണ്ട്. അതിന്റെ റീസൺ എന്താണ്, ഈ ഒരു ലാംഗ്വേജിനെ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി വേൾഡ് മുഴുവനായിട്ട് അതായത് നമുക്ക് വേൾഡ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഇന്റർനാഷണൽ കണക്ഷൻ പോസിബിൾ ആക്കുന്നത് ലാംഗ്വേജ് ആണ്. ഇന്റർനാഷണൽ കണക്ഷൻ പോസിബിൾ ആക്കുന്നത് ഇംഗ്ലീഷ് എന്ന അസോസിയേറ്റ് ലാംഗ്വേജ് ആണ്.
സോ ഇവിടെയാണ് ലാംഗ്വേജിന്റെ പ്രാധാന്യം. ഇപ്പൊ ഇന്റർനാഷണൽ കണക്ഷൻസ് പോസിബിൾ ആക്കുന്നത് ലാംഗ്വേജ് ആണ്. English is a language that is deemed as a benchmark not because it has accredited by any standard organization, but it is extensively employed by many information and technology industries and recognized as being standard. അതായത് നമുക്ക് ഇപ്പം എന്താണ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഇംഗ്ലീഷിലായിരിക്കും. റീസൺ എന്താണ് നമുക്കറിയാം. അതായത് നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ്, അതിന് നമുക്കൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ലഭിക്കണം. അതായത് നമ്മൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിമിറ്റഡ് സ്പിയറിൽ ഒതുങ്ങി പോകും അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് പോലത്തെ ഒരു ഭാഷ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. അതിന് നമുക്കൊരു വേൾഡ് വൈഡ് ഓഡിയൻസിന്റെ ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കും. സോ ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റുകളിലാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പോപ്പുലർ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ the call center phenomena has aided in stimulating an immense expansion of internet associated activity, grounding the future of India as a cyber technological superpower. നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അതേപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസേഷൻ നടത്താറുണ്ട്. ഓരോ കൺട്രിയുടെയും എക്കോണമി അടക്കമുള്ള ഫാക്ടേഴ്സ്, ട്രേഡിലുള്ള അവരുടെ മികവ് അടക്കമുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ കൺട്രീസിനെയും അണ്ടർ ഡെവലപ്പിംഗ് ആണോ, ഡെവലപ്പിംഗ് ആണോ, അതേപോലെ തന്നെ ഡെവലപ്ഡ് ആണോ എന്നൊക്കെയുള്ള ഒരു ടൈറ്റിൽ അഥവാ ഒരു ബാഡ്ജ് നമ്മൾ നൽകുന്നത്. സോ ഈ ഒരു ഇന്റർനെറ്റ് ടെക്നോളജി കൂടെ വന്നതിന്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഒരുപാട്, അതായത് എക്സിസ്റ്റ് ചെയ്തതിൽ നിന്നും വളരെ ഫ്ലറിഷ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. റീസൺ എന്ന് പറയുന്നത് ഓരോരുത്തരെയും കണക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ലാംഗ്വേജ്. ആ ഒരു ലാംഗ്വേജിന് ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അത് ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ സാധിക്കൂ? ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്കൊരു വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ലഭിക്കും. Modern communications, videos, journals, newspapers on the internet make use of English and have knowing English indispensable. Maintaining a positive attitude to English as a national language is fundamental to the consolidation of populace in the Indian society. നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഒരു ഏലിനേഷൻ അഥവാ ഒരു ഐസൊലേഷൻ പുലർത്താതെ നമ്മൾ എപ്പോഴും നമ്മുടെ ഡെവലപ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന നിലയിൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസിനോടൊപ്പം തന്നെ പ്രോപ്പഗേറ്റ് ചെയ്യേണ്ട അഥവാ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ because it's a global language, there would practically appear to be no discrepancy within the community about the authority of English language skills in India. അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ള സ്കിൽസിനെ നമ്മൾ LSRW എന്നാണ് പറയുന്നത്. എന്താണ്? LSRW എന്നാണ് പറയുന്നത്. LSRW എന്ന് പറയുമ്പോൾ എന്താണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. LSRW എന്ന് പറയുമ്പോൾ എന്താണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും വലിയ എയിം അഥവാ ഗോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലിസണിങ്ങും, സ്പീക്കിങ്ങും, റീഡിങ്ങും, റൈറ്റിങ്ങും തന്നെയാണ്. ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ലാംഗ്വേജ് നമുക്കൊരാളുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അയാളുടെ ലിസണിങ്ങിലും, സ്പീക്കിങ്ങിലും, റീഡിങ്ങിലും, റൈറ്റിങ്ങിലുമുള്ള എബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് LSRW എന്ന് പറയുന്നത്. സോ ലാംഗ്വേജിന്റെ സ്കിൽസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഐഡിയ കാണാനായിട്ട് സാധിക്കും. സോ by making the thorough usage of English, one can gradually become a citizen of the world. അതായത് one can become a citizen, അതായത് ഒരു ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പിന് നമ്മളെ കേപ്പബിൾ ആക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആൻഡ് ഓൾസോ English is also, it plays a prevalent role in media. അതായത് നമ്മുടെ മീഡിയ, അതായത് നമുക്ക് ന്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ അവിടെയും നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇപ്പൊ നമുക്ക് അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ അടക്കമുള്ള പ്ലേസസിൽ നടക്കുന്ന ഒരു ഐഡിയ അറിയണം. അതായത് അവരുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഥവാ ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ലിമിറ്റഡ് സ്പിയറിലേക്ക് ഒതുങ്ങിപ്പോകും അല്ലേ. ഇപ്പൊ അമേരിക്കൻസ് അതെന്ത് ചെയ്യുന്നു? അവരുടെ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിൽ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വേൾഡിൽ തന്നെ എല്ലാവർക്കും തന്നെ എന്താണ് ആ ഒരു വസ്തു, എന്താണ് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഫാക്ട്സ്, ഐഡിയാസ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അവിടെയാണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജിന് പ്രാധാന്യമുള്ളത്. ഗ്ലോബൽ ലാംഗ്വേജ് മീൻസ് എന്താണ്? എല്ലാവർക്കും തന്നെ, വേൾഡിലുള്ള എല്ലാവർക്കും തന്നെ ഒരേപോലെ അത് മനസ്സിലാക്കാനും അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ലാംഗ്വേജ് ഒരു വേൾഡ് ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്, ഇപ്പം നമ്മൾ എന്താണ്, ഇപ്പം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ മലയാളത്തിൽ മാത്രം അതിൻ്റെ വാർത്തകൾ വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിൽ ഒതുങ്ങിപ്പോവും അല്ലെ. അഥവാ
അഥവാ നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ ഒരു എന്താണ് ബാരിയേഴ്സിൽ അത് ഒതുങ്ങിപ്പോകും. സോ അതിനൊരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഒക്കെ ലഭിക്കുന്നത് മീഡിയയിലൂടെ, അതിനൊരു ഗ്ലോബൽ ലാംഗ്വേജിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിന്റെ റിമൈനിങ് പോയിന്റ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.